ആ ഞാൻ ഉദ്ദേശിച്ചോണ്ട് ആ നേരെ വഴിയുണ്ട് നേരെ നേരെ കുത്തനെ കയറാൻ പറ്റിയ അതാ ഏറ്റവും നല്ലത്. പെട്ടെന്ന് കഴിയും, പെട്ടെന്ന് മേലെ എത്താം. എന്താ ഇവിടെ പിച്ചക്കാരിരിക്കുന്നോണ്ടിരിക്കുന്നത്? സമരമാണോ? दो आदमी खाना खाने का क्या आएगा ഈ സാധനം ഒഴിച്ചാ कितना 40 लीटर ഇത് നമ്മള് എടാ ഇതെങ്ങനെ ഇതിന്റെ കണക്ക് എങ്ങനെയാ? 10 ലിറ്റർ ഒരു പാക്കറ്റ്. 10 ലിറ്ററിന് ഒരു പാക്കറ്റ് എത്ര ml ഉണ്ട്? 10 ml ഉള്ളൂ. 10 ml ഉള്ളൂ. അപ്പം 10 ലിറ്ററിന് 10 ലിറ്റർ ഒരു പാക്കറ്റ്. അപ്പൊ 1 ലിറ്ററിന് 1 ml വെച്ച്. അയ്യോ, ഇത് 10 ml ഉള്ളൂ. അപ്പൊ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റ് കുറേ. അത് പറഞ്ഞാൽ ഇവന് കാണിച്ചു വെച്ചാല് Benefit is take the mileage and something like engine life. പവർ കൂടും. No seal cleaning. എന്ത് നീ ഇതിന്റെ ബെനിഫിറ്റ്സ് ആണോ പറയുന്നത്? എന്തൊക്കെ? No seal clean ചെയ്യുന്നില്ല പറഞ്ഞേ. ലോങ്ങർ എഞ്ചിൻ ലൈഫ്, മോർ പവർ, മൈലേജ് കൂടും, ബെറ്റർ സേവിങ്സ്, Mileage ഉള്ളതിൽ പിന്നെന്താ ഗ്രീൻ ടെക്. ഈ ഗ്രീൻ ടെക് എന്ന് വെച്ചാൽ പച്ചപ്പുല്ല്. മറ്റേ എക്കണോമി ആയിരിക്കും അല്ലേ? ആ വാ നമ്മുടെ വണ്ടി ആര് വാ. ആ ഏ കണ്ടിട്ട് പോലീസാന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇതാണ് നമ്മളെ വഴി. ഇതാണ് നമ്മുടെ വഴി. അയ്യോ സീക്രട്ട് കയറിക്കോ. എന്താ മോനെ ഒരു വലിയ കുറവ് നിനക്ക്. പിച്ചു കൊള്ളാം. ഈ വഴി കാണുമ്പോൾ നല്ലതായിട്ടൊക്കെ തോന്നും, പക്ഷേ ഇത് കണ്ടോ കുത്തനെ കിടക്കുക റോഡ്. റോഡല്ല, ഈ മല നല്ല കുത്തനെയാ. ആ കയറാം അത്രയും കയറി ബാക്കി എന്താ വീണ അവരുടേതായിട്ട് പോവും കൺഫേം. എന്നെ വീടല്ലേ വീണ, താഴെ പോയി നോക്കിയാൽ മതി. നീ ആ വോക്കി ടോക്കി എടുത്ത് പോക്കറ്റിൽ ഇട്ട് അവിടെ ചരിഞ്ഞ് കയറാൻ പറ്റും കയറാ. ഓ അവൻ കയറി. യെസ്. ഡൗട്ട് ഉണ്ട്, എന്താ ഇത് വെള്ളം ഒഴിച്ച് കയറുന്ന സ്ഥലമാണ്. അറിയില്ല. ആൾക്കാർ കേറാൻ ഉപയോഗിച്ച സ്ഥലമല്ലാന്ന് തോന്നുന്നു.
ഇപ്പോൾ നമ്മുടെ വണ്ടി കിടക്കുന്നു. ലേലാൻഡ് എന്ത് ചെയ്യണം അവിടെ ഉണ്ട്. വെള്ളം എടുക്കാൻ ആ വെള്ളം കൊണ്ട് നമ്മൾ എങ്ങനെ പോകും? അപ്പോൾ അങ്ങോട്ടൊക്കെ ആയിട്ട് ഇറങ്ങാം. ബാ നിൽക്കുന്നവർക്ക് ഏതാ വ്യൂ? അവിടേക്കും പോയാലോ? പോകുമ്പോ കിടിലം വ്യൂ, അടിപൊളി. ആ അമ്പോ കയറി വരട്ടെ. വാ സെറ്റ്, അടിപൊളി. നല്ല കാറ്റുണ്ടേ. അവനങ്ങ് പോയി. മഴയും ചാറുന്നുണ്ട്, നല്ല കാറ്റുമുണ്ട്. ഈ മല ഇങ്ങനെ കിടക്കുമെന്ന് തോന്നുന്നു. അയ്യോ, കാറ്റ് പൊക്കിയെടുത്തിട്ട് പോവാ. ഓ ഓ
ഭയങ്കര കാറ്റ്. ആ മണിഞ്ഞ് പോണ്ട മതി. തിരിച്ചു വിട്ടേക്കാം, അതൊക്കെ ഇറങ്ങാം. ഈ മഴ കൂടിയാ പണിയാവും. വേറെ വഴി ഉണ്ടാ, വഴി കാണുന്നേ, അതിലേ നോക്കി അങ്ങ് ഇറങ്ങാം. കാല് തന്നെയല്ലേ, പാറ ചവിട്ടുമ്പോഴേ സ്ലിപ്പാവല്ലേ. ഇറക്കം ഇറങ്ങി വന്നേ, ലൈനർ ചൂടായി, അങ്ങോട്ട് സ്പീഡ് പോരാ, പതുക്കെ സ്ലോയിലാണ് പോകുന്നത്. പിടുത്തം നിൽക്കുന്നില്ല, ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല. യെസ്, അപ്പോൾ നമ്മൾ ഡീസൽ അടിച്ചു, നമ്മൾ വണ്ടി മുമ്പോട്ട് എടുക്കുക. ഓടാട്ടി പോളി, ആ വീഡിയോ കണ്ടാൽ മതി. കോറി കോറി ആ എന്തായാലും ഓക്കെ അല്ലേ? മൊത്തം ഇടിയാണല്ലോ. നല്ല മുട്ട മഴ. നല്ല കിടില മഴ, നല്ല മുട്ട മഴ. നല്ല കിടില മഴ, ഒരു രക്ഷയില്ലാത്ത മഴ. മഴനെ പറ്റി എന്താണ് പറയാനുള്ളത്? മഴനെ പറ്റി എന്താ പറയാനുള്ളത്? മഴ എന്ന് പറയുന്നത് വെള്ളമാണ്. വെള്ളമാണ് മഴ. ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അപ്പോഴാണ് മനുഷ്യൻ മുങ്ങി ചാവുന്നത്. സംഭവം വെച്ച് കഴിഞ്ഞാല് മഴ കേരളത്തിലുള്ളായിരുന്നു. മഴയെ കൊണ്ടിക്ക് വന്ന് കർണാടക തീരുവന്ന് തീർന്നില്ല. മഴയുണ്ട്. നമ്മൾ ഉറങ്ങിയപ്പോ ലേശം ടൈം ഫ്രീ ആയിട്ടുണ്ട് അല്ലേ? നമ്മളെ ഇവിടെ നിർത്തിയില്ലേ, ഞാൻ കണ്ടപ്പോ അറിയോ, നമ്മളാ പഞ്ചവടിക്ക് മുന്നേ നിർത്തിയില്ലേ, അപ്പോഴാണ് ഞാൻ ചെറുതായിട്ട് കണ്ടത്. അത് വരെയും മഴ. നമ്മൾ എവിടെ പോകുന്നോ അവിടെ മഴ. കഴിഞ്ഞ പ്രാവശ്യം ഹൈദരാബാദിൽ ഉണ്ടാക്കി അത്ര പോരല്ലേ? അത് ചില വെള്ളം മഴ വന്നിട്ട് നമ്മൾ അവിടെ സ്കിപ്പായി. സ്കിപ്പായതിനു ശേഷമാണ് ഹൈദരാബാദ് വെള്ളം മുങ്ങാൻ തുടങ്ങിയത്. ഇത് നമ്മൾ നിർത്തി എടുക്കുന്നതിനനുസരിച്ച് മഴ കൂടും. ഈ മഴ നമ്മളൊരു പൂനെ വരെ കൊണ്ടുപോകായിരിക്കും അല്ലേ? ഉറപ്പായിട്ടും വെള്ളം കയറിയല്ലോ. നമ്മൾ കൊണ്ട് വെള്ളം കേട്ടു. മഴ കഴിഞ്ഞോ? മഴ കുറഞ്ഞോ? റോഡ് നല്ല ബ്ലോക്ക്, അതിനിടയ്ക്കൂടെ മഴയും പെയ്തു. ഫുള്ള് ബ്ലോക്ക്. എനിക്ക് മഴ പെയ്ത് കിടക്കുന്നോണ്ട് എന്ത് ഭംഗി ഇവിടെ കാണാൻ.
നമുക്കിനി ഇവിടുന്ന് പൂനെക്ക് ഒരു 180 കിലോമീറ്റർ ഉണ്ട്. മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് നല്ല ഭംഗി ഇവിടെ കാണാൻ. റോഡ് ഫുള്ള് ബ്ലോക്കാ. ഇപ്പോഴൊന്നും ബ്ലോക്ക് കുറഞ്ഞെന്ന് തോന്നുന്നു, പക്ഷെ വീണ്ടും ബ്ലോക്കാന്ന് തോന്നുന്നു കേട്ടോ. അങ്ങോട്ടെ നമ്മൾ ഈ സർവീസ് റോഡ് പോകുന്നോണ്ടാ, മെയിൻ റോഡ് കയറുകാരും സീനില്ലായിരുന്നു. അതുകൊണ്ട് ദൂരെ നോക്കിയേ, കാർമയൊക്കെ മൂടി കിടക്കുന്നത് കണ്ടോ, മഞ്ഞ് കയറിയിട്ട്. ആ അവിടെ റൈറ്റ് ചെയ്ത് കെട്ടി കയറുന്നുണ്ടോ? ഓക്കെ, അപ്പൊ സീനില്ല, ഓക്കെ ആയി. നോക്കിയേ, അടിപൊളി കാലാവസ്ഥ. ഇതിന് മുന്നേ ഈ പൂനെ റൂട്ട് പോകുമ്പോൾ ഇങ്ങനത്തെ ആ ഒരു ഇല്ലേ, ഇങ്ങനെ നമ്മൾ കാണാറില്ല. ഇപ്പൊ ഈ മഴ ആയതുകൊണ്ട് അതാണ്ട് ഈ ഒരു കാലാവസ്ഥയില് നോക്കിയേ, ആ മഴ കൂടെ പെയ്തപ്പോഴത്തേക്ക് ഫുള്ള് ഗ്രീനറി ആയില്ലേ. ഇതിപ്പോ കരാട് ടോൾ പ്ലാസ. നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി വണ്ടി സൈഡാക്കി. സമയം Time I think 6 o'clock. साढ़े 7. എത്രയായി? 6:40. 6:40. എങ്ങനെയാണ് ബെടാപ്പാവ്? ബെടാപ്പാവാണോ വടാപ്പാവാണോ? അതായത് ആശാന് ഈ ക്ലാസ്സിൽ ചായ കൊടുത്തപ്പോ വലിയ ക്ലാസ്സിൽ ഈ ഗ്ലാസ്സിൽ ചായ വേണ്ട, ആളെന്ത് ചെയ്തു, ഈ ഗ്ലാസ് കാണിച്ചു, എന്നിട്ട് 1000 രൂപ. എന്നിട്ട് അതല്ല, എന്നിട്ട് ഇത് അവിടെ തന്നെ വേഗം വെച്ചിട്ട് ഇതിലെന്റെ മതി. കാരണം എന്താ, ഇത് ചിലപ്പോ 10 രൂപ, 100 കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടപ്പോ വേണ്ടെന്ന് വെച്ചു. ചിരിക്കണോ വലിപ്പം കേട്ടാ അവിടെ. യെസ്, ഇതാണ് നമ്മുടെ വടാപ്പാവ്. എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കിയേ, കൊള്ളാൻ നോക്കിയേ. സ്മൂത്ത്, നൈസ്. ചൂടല്ലേ? എങ്ങനെയുണ്ടാ? ചൂടൊന്നുമില്ല. ഓക്കെ, നമുക്ക് അങ്ങനെ ഇവിടുന്ന് കഴിച്ചിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കിട്ട് പോകാനോ? ഭക്ഷണം ഉണ്ടാക്കിട്ട് കഴിച്ചിട്ട് ഒറ്റപ്പെടുന്നു. അതെയോ? ഇവിടെ അമ്മ വണ്ടി സമ്മതിക്കുമോ? ഓക്കെ, സീനില്ല, നോക്കാം. നീ ഡോർ ലോക്ക് ചെയ്തിരിക്കുന്നതാണോ? ഓക്കെ, കഴിച്ചോ.